ഹലോ, എല്ലാവരുടെയും ഓണമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? എല്ലാവരും ഓണസദ്യയൊക്കെ കഴിച്ചോ? ഞങ്ങളുടെ ഓണം ദിവസത്തെ ഒരു കുട്ടി വ്ളോഗാണ് കേട്ടോ ഇത്. തിരുവോണത്തിന്റെ അന്ന് രാവിലെ ഞങ്ങള് ഒരു 11 മണിയൊക്കെ ആയപ്പോൾ ലുലുവിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഓണസദ്യ കഴിക്കാൻ വേണ്ടിയിട്ട്. ലുലുവിലെ പത്തായം റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവിടെ സദ്യ മാത്രമാട്ടോ ഉണ്ടായിരുന്നത്. 2 ദിവസം മുമ്പ് വീട്ടില് ചെറിയൊരു സദ്യ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതുകൊണ്ട് കുട്ടികൾക്ക് ബിരിയാണി മതി എന്ന് പറഞ്ഞിട്ടാട്ടോ വന്നത്. പിന്നെ വന്നത് സഫാരി മാളിലേക്കാണ് കേട്ടോ. അപ്പൊ അവിടെ ദേപുട്ടിലാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. 12 മണിയായപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ടോക്കൺ എടുത്തിട്ട് അവിടെ ഇരുന്നു കേട്ടോ. ദേപുട്ടിലും ഓണസദ്യ മാത്രമാട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ അടുത്തുള്ള ഒരു കടയിൽ നിന്നാണ് കേട്ടോ കുട്ടികൾക്ക് ബിരിയാണി വാങ്ങിച്ചു കൊടുത്തത്. പിന്നെ കുട്ടികൾ ബിരിയാണിയൊക്കെ കഴിച്ചു കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾക്ക് ടോക്കൺ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് 2 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് കിട്ടിയ ടോക്കൺ നമ്പർ 78 ആയിരുന്നു കേട്ടോ. നല്ല സദ്യ ആയിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഓണത്തിനൊക്കെ പുറത്ത് പോയിട്ട് സദ്യ കഴിക്കുന്നത് കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടൊക്കെ ഒത്തിരി പേരുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ താഴേക്ക് വന്നപ്പോൾ അവിടെ മാവേലി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് വന്നു കേട്ടോ. പിന്നെ വീട്ടിൽ വന്നിട്ടാണ് കേട്ടോ ദേക്കുട്ടി പോയിപ്പം ഒരു ചെറിയ പൂക്കൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്തതാണ് കേട്ടോ. ആദ്യമായിട്ടാണ് കേട്ടോ ഫ്ലാറ്റിൽ പൂവിടുന്നത്. അടുത്ത ദിവസം ലുലുവിൽ ഓണച്ചന്തയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓണമൊക്കെ കഴിഞ്ഞ കാരണം എനിക്കൊന്നും പ്രത്യേകിച്ച് വാങ്ങാനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ ക്യാരറ്റും പച്ചമുളകൊക്കെയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഓണം വിശേഷങ്ങൾ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.